ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഓണമൊക്കെ അല്ലേ, അപ്പോൾ നമുക്കൊരു സ്പെഷ്യലായിട്ട് ഇച്ചിരി കളിയടയ്ക്ക ഉണ്ടാക്കിയാലോ. അതിന് പലയിടത്തും പല പേരായിരിക്കും, ചീട, കളിയടയ്ക്ക എന്നൊക്കെ പറയാല്ലേ. എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കളിയടയ്ക്ക ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. വായോ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് ഇച്ചിരി കളിയടയ്ക്ക അഥവാ ചീട എന്നൊക്കെ പറയുകയല്ലേ, ആ സാധനം ഒന്നുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഈ മെഷർമെൻറ്റ് കപ്പിന് ഒരു 2 കപ്പ് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇത് ഡബിൾ കോഴ്സിൻ്റെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി അതിന് വേണ്ടുന്ന സാധനം വേറെ എന്തൊക്കെ വേണമെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇനി നമ്മുടെ കളിയടയ്ക്കായ്ക്ക് വേണ്ടുന്ന ഞാനിത് അരമുറി തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 10 ചെറിയ ഉള്ളി, നമ്മുടെ ചുമന്നുള്ളി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ജീരകം, വെളുത്തുള്ളിയൊക്കെ തേച്ച് ഓപ്ഷൻ വേണമെന്നുള്ളവർ അരച്ചാൽ മതി. ഞാൻ അരയ്ക്കും, നല്ലൊരു ടേസ്റ്റായി വെളുത്തുള്ളിയും ജീരകവും കൂടെ ചേരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് തീരെ അങ്ങ് അരയ്ക്കരുത്. നമുക്കിത് മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കറക്കി ഒന്ന് ഒതുക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ചൊഴിച്ചാണ് നമ്മുടെ ഈ അരിപ്പൊടി നമ്മൾ കുഴച്ചെടുക്കുന്നത്. മാവിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒത്തിരി ഉപ്പ് വേണ്ട, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ചൂടുവെള്ളം, ഞാൻ 2 കപ്പ് ഇതിന് 2 കപ്പ് പൊടി എടുത്തപ്പം ഞാൻ ഇതിനകത്ത് ഒരു 3 കപ്പ് വെള്ളമാണ് ഞാൻ തിളപ്പിച്ചെടുത്ത് വെച്ചത്. നമ്മൾ തിളച്ച വെള്ളമാണ്. അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പൊടി കുതിരുമ്പം നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ വേണം. അപ്പോൾ ഞാനൊരു 3 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ഈ പൊടി അങ്ങ് കുതിരുമ്പോഴത്തേക്ക് ഒത്തിരി ഇതങ്ങാകുകയല്ലേ, അപ്പോൾ നമുക്ക് വെള്ളമില്ലെങ്കിൽ പാടായിരിക്കും. അതുകൊണ്ട് അപ്പോൾ നമുക്കിങ്ങനെ നല്ലപോലെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നമുക്കിത് ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒത്തിരി അങ്ങ് ചാറായി പോകരുത്. നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പാകത്തിൽ നമുക്ക് കുഴച്ചിട്ട് നമ്മൾ 2 കപ്പ് മാവാണ് ഇട്ടത്. അപ്പോൾ ഇത് ചൂടുവെള്ളവും കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് ഡബിളായിട്ട് വരും. അപ്പോൾ അതാണ് ഞാൻ 3 കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെച്ചത്. അപ്പോൾ 3 കപ്പ് വെള്ളം കറക്റ്റാണ്. ഇതുണ്ടോ, 3 കപ്പ് വെള്ളം എടുത്തിട്ട് ഞാൻ ആ കപ്പിന് 3 കപ്പ് വെള്ളം കറക്റ്റായിട്ട് എടുത്തിട്ടത് മൊത്തം ആവശ്യത്തിന് വന്നു. അപ്പോൾ നമ്മൾ ഒരു സ്പൂണ് ചെറിയ സ്പൂൺ, 1 സ്പൂണ് ജീരകവും, ഒരു 10 കുഞ്ഞുള്ളി, അരമുറി തേങ്ങായും, ഒരു 3-4 ചോള വെളുത്തുള്ളിയാണ് നമ്മൾ അരച്ചേക്കുന്നത്. അതിനകത്ത് ചേർത്തേക്കുന്നത് ഇത് എളുപ്പമാണ്. നമുക്കിപ്പം ഒരു ഇച്ചിരി ചീടയൊക്കെ ഇപ്പോൾ ഓണമെന്നല്ല, നമുക്കിപ്പോൾ ഇച്ചിരി ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് ഇതുണ്ടോ ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടിയാൽ മതി. ഭയങ്കര ചൂടാണ്. അപ്പോൾ നല്ലപോലെ ഇത് നമുക്ക് ഒന്ന് തേച്ച് കുഴച്ചെടുക്കണം നല്ലപോലെ. അപ്പോഴാണ് നമ്മുടെ ഈ ചീട ഇങ്ങനെ എണ്ണയ്ക്കകത്തേക്ക് ഇടുമ്പോൾ പൊട്ടിപ്പോകാതെയൊക്കെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങനെ വിണ്ട് പൊട്ടിപ്പോവും. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട്, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇങ്ങനെ ഇതിനകത്തേക്ക് ഉപ്പിടരുത്. ഇനി ഉപ്പ് ഇല്ലയെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ ഈ തേങ്ങായും ഉള്ളിയെല്ലാം കൂടെ ഒതുക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ഒരു സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഞാൻ അങ്ങോട്ടൊന്ന് ചേർത്ത് കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഇടുമ്പം ആ ഉപ്പ് എല്ലായിടത്തും ഒന്ന് പിടിക്കുകയില്ല. ഒത്തിരി ഉപ്പ് വേണമെന്നില്ല, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി. പിന്നെ നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ ഈ അരിക്കകത്തേക്ക് പൊടി കുഴച്ച് വെച്ചേക്കുന്നതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് തേച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാവേ. അങ്ങനെ നമ്മുടെ ചീടയ്ക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ കളിയടയ്ക്കായ്ക്കുള്ള മാവ് നമ്മൾ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി, ഇതുണ്ടോ ഏറ്റവും എന്തേരം കുഞ്ഞായിട്ട് ഉരുട്ടാവോ നമുക്ക് അത്രയും ചെറിയ ഉരുളകളാട്ടി ഉരുട്ടി ഇത് മൊത്തം നമുക്കിങ്ങനെ എടുത്ത് വെക്കാവേ. നമ്മൾ കയ്യെ പറ്റുവാണെങ്കിൽ ഒരു ശകലം എണ്ണയോ വെള്ളമോ എന്തെങ്കിലും ഒന്ന് എടുത്ത് വെച്ചൊന്ന് തൂത്തേച്ച് നമുക്ക് ഇങ്ങനെ ഇത് മൊത്തം ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇടയ്ക്ക് മൊത്തം നമ്മളിത് ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാവേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ കളിയടയ്ക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതേ ഒരു പാത്രത്തിനകത്ത് എണ്ണ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. ഇനി വെളിച്ചെണ്ണയ്ക്കകത്ത് വേണ്ടിയവർക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് ഒഴിച്ച് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ നല്ലപോലെ മൂത്തു. നമുക്ക് ഒത്തിരി എണ്ണ മൂക്കാതെ ഇതിട്ടാലും ഇത് പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് ഇതുണ്ടോ ഒരെണ്ണം ഇട്ട് നോക്കുമ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുണ്ടോ അങ്ങിട്ട് കൊടുക്കാവേ. നമ്മുടെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ഈ ഒരു പ്രാവശ്യം ഒഴിക്കുന്ന എണ്ണ പിന്നെ എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ കുറേശ്ശെ എണ്ണ ഒഴിച്ചാൽ മതിയേ.
ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഞാൻ 2 ട്രിപ്പ് 3 ട്രിപ്പായിട്ട് വേണം എനിക്ക് വറുത്ത് കോരിയെടുക്കാം. ഇളക്കി പൊട്ടിച്ച് കളയല്ല. ഇതുണ്ട്, നമുക്കൊരു സൈഡ് ഒന്ന് മൂത്തിട്ട് നമുക്ക് ഒന്ന് മറിച്ചിടാവേ. എന്താ പറയുക, നമ്മുടെ കളിയടയ്ക്ക ഇതേ ഓരോ സൈഡ് ഇത് ഇനിയിപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാവേ. അല്ലെങ്കിൽ ഇട്ട പടി നമ്മളത് ഇളക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോവേ. അതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ പൊട്ടിപ്പോകുമൊന്നുമില്ല, നല്ലപോലെ എല്ലാം ആയിട്ടുണ്ട്. കളിയടയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരെണ്ണം പോലും ഇതുകൊണ്ട് ഒന്ന് പൊട്ടുവോ, ഇതുകൊണ്ട് ഒന്ന് പൊട്ടുവോ ഒരു സ്ക്രാച്ച് വീഴുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ളതും നമുക്ക് ഇതൊന്ന് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഇത് ഒരു സ്ക്രാച്ചോ ഒന്നും വീഴാത്ത കറക്റ്റായിട്ടുള്ള വെള്ളവും കറക്റ്റായിട്ടുള്ള ചേരുവകളെല്ലാം കറക്റ്റായിട്ടാണ്. അതുകൊണ്ടാണ് ഇതിനെങ്ങനെ പൊട്ടുവോ വിണ്ട് കീറുവോ ഒന്നും ചെയ്യാതെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കോരി മാറ്റി വെച്ച് നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഈ ഒരു കളറാണ് ഇതിൻ്റെ നമ്മുടെ കളിയടയ്ക്ക ചീടയുടെ കളർ എന്ന് പറയും. തണുത്ത് കഴിയുമ്പോൾ മാറിക്കോളും. അപ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റിക്കൊണ്ട് അടുത്തതും കൂടി ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാവേ. കളിയടയ്ക്കയെല്ലാം ഇത് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട്. ഈ ഓണത്തിന് നമ്മൾ വേറെ സ്പെഷ്യലുകളൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ചീട കളിയടയ്ക്ക അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.